നമസ്കാരം. ഇറാൻ ഉപരോധം കടുപ്പിച്ചതോടെ US സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഹോർമൂസ് കടലിടുക്കിന് സമീപം വൻതോതിൽ രഹസ്യ എണ്ണക്കടത്ത് നടത്തുന്നതായാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. UAE-യിലെ ഫുജറൈ, ഒമാനിലെ സൊഹാർ തീരങ്ങളിൽ കപ്പലുകളിൽ നിന്നും കപ്പലുകളിലേക്ക് നേരിട്ട് എണ്ണ മാറ്റിയാണ് ആഗോള വിപണിയിലേക്ക് എത്തിക്കുന്നത്. മെയ് ആദ്യവാരത്തിലാണ് ഈ രഹസ്യ ദൗത്യം ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ദൗത്യത്തിൽ ഇതുവരെ 92 കപ്പലുകൾ പങ്കാളികളായി എന്നാണ് വിവരം. അതായത് ഉപഗ്രഹ ചിത്രങ്ങളും കപ്പൽ ഗതാഗത രേഖകളും ഇതിൽ നിന്നും നമുക്ക് കൃത്യമായ വിവരം നൽകുന്നു. ജൂൺ 11 ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച് 2 കേന്ദ്രങ്ങളിലായി 17 ജോഡി കപ്പലുകളാണ് ഒരേ സമയം എണ്ണ കൈമാറ്റത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇത് മെയ് മുതൽ ഇതുവരെ 90 മില്യൺ ബാരലിലധികം എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇത്തരത്തിൽ കടത്തിയതായാണ് വിവരം. ഇറാൻ സൈന്യത്തിന്റെ കണ്ണുവെട്ടിക്കാൻ കപ്പലുകൾ കടുത്ത സുരക്ഷാ മുൻകരുതലോടെയാണ് നീങ്ങുന്നത്. തിരിച്ചറിയാതിരിക്കാൻ കപ്പലുകളിലെ ലൊക്കേഷൻ ട്രാക്കർ സംവിധാനങ്ങൾ ഓഫാക്കുകയും നാവിഗേഷൻ ലൈറ്റുകളുടെ വെളിച്ചം കുറയ്ക്കുകയും ചെയ്യും. ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ വഴിയാണ് കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. ഇറാന്റെ നിയന്ത്രണ മേഖലയ്ക്ക് പുറത്തെത്തിയാൽ ഉടൻ തന്നെ ഇവ വലിയ കപ്പലുകളിലേക്ക് എണ്ണ മാറ്റും. 24 മുതൽ 40 മണിക്കൂർ വരെയാണ് ഇതിനായി വേണ്ടിവരുന്നത്, അതായത് ആവശ്യമായി വരുന്നത്. തുടർന്ന് വലിയ കപ്പലുകൾ എന്ത് ചെയ്യും? അന്താരാഷ്ട്ര വിപണിയിലേക്ക് തിരിക്കുമ്പോൾ ചെറിയ കപ്പലുകൾ വീണ്ടും എവിടേക്ക് പോകും? ഈ എണ്ണ ശേഖരത്തിനായി കടലിടുക്കിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്യും. എണ്ണ കൈമാറ്റത്തിൽ US ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും ഇതിന്റെ പൂർണ്ണ നിയന്ത്രണവും മേൽനോട്ടവും ആർക്കാണ്? സ്വാഭാവികമായി ഈ US സൈന്യത്തിനാണ്. ഇതാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ട്. എന്തായാലും ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5 കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. US ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ഈ മേഖലയിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്തു. ഏതായാലും ഇറാനുമായി അടുത്തിടെ ഉണ്ടാക്കിയ സമാധാന കരാറിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഫെബ്രുവരി 28 അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് വാണിജ്യ ഷിപ്പിങ്ങിനായി അടച്ചിട്ടിരുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ ഇടനാഴിയായിരുന്നു ഈ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നു എന്നതാണ് പുതിയ ധാരണയുടെ ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു പറയാവുന്നത്. ഇറാന്റെ ആണവ പദ്ധതി, ഉപരോധ ഇളവുകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ കരാർ വഴിയൊരുക്കും. എന്തായാലും ഹോർമൂസ് കടലിടുക്കിലെ സമുദ്ര സേവനങ്ങളുടെ ഭാവി ഭരണം ഇറാനും ഒമാനും ചേർന്ന് തീരുമാനിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തിമ കരാർ വാചകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ജൂൺ 19 വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഈ കരാർ ഔപചാരികമായി ഒപ്പുവെക്കും എന്നാണ് നിലവിലെ വിവരം. എന്തായാലും ഇതോടെ വിവിധ മേഖലകളിലെ സൈനിക നടപടികൾ അവസാനിക്കുകയും ചെയ്യും. യുദ്ധത്തിൽ തകർന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുവാനും വിദേശത്ത് മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ ഫണ്ടുകൾ വിട്ടുകൊടുക്കുവാനും അമേരിക്ക ഈ കരാറിലൂടെ പ്രതിജ്ഞാബദ്ധരായിട്ടുണ്ട്. എന്നാൽ ഈ കരാറിൽ നിലനിൽക്കണമെങ്കിൽ ലെബനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്ന് ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. എന്തായാലും ലെബന്റെ സുരക്ഷയും പരമാധികാരത്തിനും ഭീഷണിയുണ്ടായാൽ ഒരു കരാറുമായി മുന്നോട്ട് പോകില്ല. ഇതാണ് ഇറാന്റെ നിലപാട്. എന്തായാലും അതേസമയം ഈ അമേരിക്ക ഇറാൻ കരാറുകൾ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അപകടകരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇസ്രയേൽ നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്നത്. തങ്ങൾ ഈ കരാറിന്റെ ഭാഗമാകില്ല എന്നാണ് ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗിർ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ചട്ടക്കൂട് കരാർ അതായത് ഈ ചട്ടക്കൂട് കരാറിൽ നിലവിൽ പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനുള്ള ഒരു താൽക്കാലിക ചുവടുവെപ്പ് മാത്രമാണെന്നാണ്. അമേരിക്കയോടും ഇസ്രയേലിനോടുമുള്ള അഗാധമായ അവിശ്വാസം ഇറാൻ ഇപ്പോഴും പുലർത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.